കാട്ടാനയെ നേരിടാൻ ആനവിളക്ക്, വന്യമൃഗശല്യം നേരിടാൻ ഇടുക്കിയിലെ കർഷകർക്ക് സോളാർ ഫ്ലാഷ് ലൈറ്റുകൾ. ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടാനകളെ ഉൾപ്പെടെ തുരത്താനായാണ് കാന്തല്ലൂർ, മറയൂർ ഗ്രാമപഞ്ചായത്തുകളിൽ 200-ലേറെ ഫ്ലാഷ് ലൈറ്റുകൾ വിതരണം ചെയ്തത്. സംസ്ഥാന കൃഷി വിജ്ഞാന കേന്ദ്രം ഇടുക്കിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. രാത്രികാലങ്ങളിൽ മിന്നിത്തെളിയുന്ന തരത്തിലുള്ള പ്രകാശം പുറപ്പെടുവിക്കുന്ന ഈ ഫ്ലാഷ് ലൈറ്റുകൾ ആനകളെ അകറ്റി നിർത്തുന്നുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. പദ്ധതി വിജയകരമായാൽ വന്യമൃഗശല്യം നേരിടുന്ന സംസ്ഥാനത്തെ മറ്റ് പ്രദേശങ്ങളിലേക്ക് കൂടി ഈ ഫ്ലാഷ് ലൈറ്റുകൾ എത്തിക്കാനാണ് സംസ്ഥാന കൃഷി വിജ്ഞാന കേന്ദ്രം ലക്ഷ്യമിടുന്നത്. അതേസമയം വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ പൊതുജനത്തിന്റെ പരാതികൾ കേൾക്കാൻ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി IAS ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ചു. കാട്ടാന ആക്രമണം, കൃഷിനാശം, വന്യമൃഗശല്യം, സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ചർച്ചയായി. വിശദമായി പരിശോധിച്ച് വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്ന് കളക്ടർ അറിയിച്ചു. ഇവരുടെ കാര്യങ്ങൾ ചോദിച്ച് അറിഞ്ഞിട്ടുണ്ട്. ഇതിലേക്കുള്ള സൊല്യൂഷൻസ് ആയിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാനുള്ളതാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് കളക്ടർ ഉറപ്പു നൽകിയതായി നാട്ടുകാർ. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, കളക്ടർ ഏറ്റിട്ടുണ്ട്, ഘട്ടം ഘട്ടമായിട്ട് ചെയ്തു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഞങ്ങൾ തൃപ്തരാണ്. ഇനി കളക്ടറെ ഇതിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരണം. നിരന്തരം ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരമാകുമെന്നും വന്യജീവികളെ പേടിക്കാതെ സമാധാനമായി ഉറങ്ങാമെന്ന പ്രതീക്ഷയിലുമാണ് ഇടുക്കിക്കാരുള്ളത്.